ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചേറുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മുരിങ്ങാക്കോലും 2 തക്കാളിയും ഒരു മാങ്ങയുടെ പകുതിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പിടുത്തം ഉണക്കച്ചെമ്മീനാണ്, ഒരു തണ്ട് കറിവേപ്പിലയും, അരമുറി തേങ്ങയും, 1 സ്പൂൺ മുളക് പൊടിയും, 1 സ്പൂൺ ഉപ്പും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് പിന്നീട് എടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കായും തക്കാളിയും മാങ്ങയും പച്ചമുളകും നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്ക് കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൂട്ടിയ ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അത് അധികം പൊടിയാത്ത രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് വേണം ചെമ്മീൻ പൊടിച്ചെടുക്കാനായിട്ട്. ഒരു 3/4 വേവായിട്ടിരിക്കുന്ന നമ്മുടെ കറിയിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്കോലൊക്കെ ഉടയാത്ത രീതിയിൽ തന്നെ പയ്യൊന്ന് നമുക്കൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം കേട്ടോ. ചെമ്മീൻ പൊടിച്ച അതേ ജാറിലേക്ക് തന്നെ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത തേങ്ങ വെന്ത് വന്നിരിക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് തേങ്ങ അരച്ചിരിക്കുന്നത്. അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കറി താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. നാല് ചുവന്നുള്ളി ഇട്ട് 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് നന്നായി താളിച്ചെടുക്കാം. നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്.